ഈശോയെ നന്ദി. ഇന്ന് ദൈവം തന്നതല്ലാതെ ഒന്നും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ, ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിൽക്കാൻ നൽകിയ അനുഗ്രഹത്തിന് ദൈവമേ നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് എന്നും എന്നും നന്ദി. എൻ്റെ പേര് ആതിര. ഞാൻ കോടനാട് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് ചേച്ചിമാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അതൊക്കെ വെച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനൊരു മടിയുള്ള ഒരാളായിരുന്നു. പ്രാർത്ഥിക്കാനാണെങ്കിൽ അവിടെ മാതാവ് ഉണ്ടല്ലോ നമ്മുടെ പള്ളിയിലും, നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ളൊരു വിചാരമായിരുന്നു. ഞാൻ അങ്ങനെ എന്നാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അതിൽ അധികം ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ചെറുതായിരിക്കുമ്പോൾ മുതൽ മെൻസസിൻ്റെ സമയത്ത് ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നതാണ്. ഞാൻ എൻ്റെ ചെറിയൊരു പ്രായത്തിൽ മുതൽ. അപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അമ്മ ഈ ഹെവി ബ്ലീഡിങ് ഉണ്ടെങ്കിലും അധികം ഫോളോ അപ്പ് ഗൈനക്കിൻ്റെ ഭാഗത്തുനിന്നൊന്നും എടുത്തിരുന്നില്ല. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. അതിനിടയ്ക്ക് അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരികയും നടക്കുമ്പോൾ ഒക്കെ ബ്ലഡ് താഴെ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി UST സ്കാൻ എടുത്തു അബ്ഡോമൻ്റെ. അപ്പോൾ അതിനകത്തൊരു വലിയൊരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാധാ ഒരു ഫൈബ്രോയിഡ് ആണല്ലോ, അതും വെച്ച് അത് ഓപ്പറേറ്റ് ചെയ്യാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ അടുത്തുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ എക്സാമിനേഷൻ ശേഷം പറഞ്ഞു സെർവിക്സിൻ്റെ അവിടെ അത്ര ഹെൽത്തി അല്ല, നമുക്ക് ബയോപ്സി എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര സാറ്റിസ്ഫാക്ടറി അല്ലാത്തതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് അമ്മേനെ കൊണ്ടുവന്നു. അവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്, ജസ്റ്റ് നമുക്ക് ഒന്ന് ബയോപ്സി എടുക്കാം എന്നുള്ള രീതിയിൽ. ആദ്യത്തെ ബയോപ്സി എടുത്തു. അതിനകത്ത് HPV പോസിറ്റീവായിട്ട് വന്നു അമ്മയ്ക്ക്. നമുക്കറിയാവുന്ന പോലെ ലീഡിങ് കോസ് ഓഫ് സെർവിക്കൽ ക്യാൻസറിൻ്റെ ഉണ്ടാക്കുന്ന വൈറസാണത് HPV. അപ്പോൾ അമ്മയ്ക്ക് അത് പിന്നെ വളരെ ടെൻഷനായി തുടങ്ങി. അടുത്ത ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ടെൻഷൻ, നിരാശ, ആകെ ഭയങ്കര ഡൗൺ ആയിരിക്കുമായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ബയോപ്സിക്ക് വേണ്ടി ഞങ്ങൾ പോയി. കോൾപോസ്കോപ്പി ബയോപ്സി ആണ് എടുത്തത്, അപ്പോൾ സെർവിക്കൽ ബയോപ്സി. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള സെൽസ്, ക്യാൻസറസോ ആയിട്ടുള്ള സെൽസ് ഉള്ള സ്ഥലത്ത് വൈറ്റ് പാച്ചസ് പോലെ വരും. എന്നിട്ട് അമ്മേനെ കയറ്റി ബയോപ്സി എടുക്കാനായിട്ട്. അപ്പോൾ ഡോക്ടർ കഴിഞ്ഞിട്ട് വന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വൈറ്റ് പാച്ചസ് ആയിട്ട് 2-3 സ്ഥലങ്ങളിലുണ്ട്, നമുക്ക് നോക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. 14 ദിവസമാണ് ബയോപ്സിയുടെ റിപ്പോർട്ട് വരാനുള്ള സമയം പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ വലിയാഴ്ചയായിരുന്നു അത്. അപ്പോൾ ചൊവ്വാഴ്ച റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞു. എങ്കിലും എനിക്കൊരു ധൈര്യമില്ല. ഞാൻ ആ സമയത്തൊക്കെ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ ഇവിടുത്തെ തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഒക്കെയാണ് ഞങ്ങൾ ഈ ഓരോ പ്രാവശ്യവും റിപ്പോർട്ടിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരേണ്ടത്. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കൃപാസനത്തിൽ പോവാം, പ്രാർത്ഥിക്കാം. ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത് റിപ്പോർട്ട് വയ്ക്കാൻ. എനിക്ക് തൊട്ടും തരില്ല, കൈയും കാലമൊക്കെ വിറക്കിയായിരുന്നു. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചോദിച്ചു. റിപ്പോർട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറസ് ആയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല, ഡോക്ടർ അങ്ങനെ പറഞ്ഞു. വൈറ്റ് പാച്ചസ് ഒന്നും അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ഒന്നും കൂടി എടുത്ത് ചോദിച്ചു, ഡോക്ടറെ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നുമില്ലല്ലോ എന്ന്. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ ആരോഗ്യവതിയായിട്ട് എൻ്റെ കൂടെ വേണമെന്നാണ്. എൻ്റെ അമ്മേനെ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നന്ദി ദൈവമേ, എത്ര നന്ദി പറഞ്ഞാലും എനിക്കത് മതിയാവില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് എന്നും നന്ദി. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. ഞാൻ CBT IELTS ഒക്കെ പാസ്സായതാണ്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചാൻസസും കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ട് ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കയറി. അപ്പോൾ എല്ലാവരും എന്നെ കുത്തുവാക്കുകളും കളിയാക്കലുകളായിരുന്നു. നീ ഇത്രയും പൈസ കൊടുത്ത് പഠിച്ചിട്ട് ഈ വെറുതെ സേവനത്തിനാണോ നീ പോണേ, അങ്ങനെ ഒത്തിരി കൂടെ ഉള്ളവരൊക്കെ ഒരു സ്ഥലത്ത് കയറിയപ്പോഴും എനിക്ക് ഇതൊന്നും ശരിയാവുള്ളൂ എന്ന് ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ എപ്പോഴും ആ കാശുരൂപം വെച്ച് എന്നും പ്രാർത്ഥനയിൽ അത് ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിള് വായിക്കലും. എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളായിരുന്നു. ടെൻഷൻ വന്നാലും ഞാനിപ്പോൾ ആ സമയത്തൊന്നും ആരോടും ഒന്നും പറയാൻ പോയില്ല. ബൈബിളെടുത്ത് രാത്രിയാണോ വെളുപ്പിനാണോ എപ്പോഴാണോ ആ ഒരു ടെൻഷനും സങ്കടം വരണേ അപ്പം തന്നെ ഞാൻ ബൈബിളെടുത്ത് വായിക്കാനും കുർബാനയിൽ പോകാനും. ഒരു 2 ആഴ്ചത്തേക്ക് കൂടുതൽ ഞാൻ ഗ്യാപ്പ് വരുത്താണ്ട് ഒരു മാസത്തെ മുകളിൽ ഒരിക്കലും പോയിട്ടില്ല കുമ്പസാരിക്കാതെ. അങ്ങനെ ഞാൻ കൂടുതൽ ആത്മീയ ജീവിതം ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ അതുവരെ ഒരു വേക്കൻസി അവിടെ ഉണ്ടായിരുന്നില്ല.
പെട്ടെന്നൊരു വേക്കൻസി വരികയും ഞാൻ അവിടെ ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് എൻ്റെ കളിയാക്കിയിട്ട് മുമ്പിൽ തന്നെ ദൈവം എനിക്ക് സ്റ്റാഫ് നഴ്സിൻ്റെ പൊസിഷൻ തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ സ്റ്റാഫ് നഴ്സായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്ത് ഞാൻ നിയോഗം വെച്ചിരുന്ന എൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു. അമ്മയുടെ അസുഖങ്ങളും കാര്യങ്ങളായിട്ട് കുറച്ച് ഡിലേ വന്നെങ്കിലും അവൾക്ക് നല്ലൊരു പങ്കാളിനെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഞങ്ങൾക്കത് ഒന്നും അന്വേഷിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഞങ്ങൾ എന്നിട്ട് മാട്രിമോണിയയിൽ അമ്മ ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം മാട്രിമോണിയയിൽ കൊടുത്തു. ഒരാഴ്ച എടുത്തില്ല, അതിനു മുന്നേ നല്ലൊരു ആലോചന വരികയും അത് ഫിക്സ് ആവുകയും ചെയ്തു. അവളുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ദൈവം നന്നായിട്ട് തന്നെ എനിക്ക് നടത്തി തന്നു. ഞാൻ എൻ്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ യോഗ്യത കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടാസ്ക് കഴിയുമ്പോഴും അത് വെട്ടി ടിക്കിട്ട് പോണ പോലെ അതേ ഓർഡറിൽ എൻ്റെ ഓരോ നിയോഗങ്ങളും ദൈവം അങ്ങ് ടിക്കിട്ട് എനിക്ക് സാധിച്ചു തന്നു. ദൈവമേ, എല്ലാത്തിനും നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് 1000 നന്ദി. ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് അറിയണവർക്കും അറിയാത്തവർക്കും എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യണോടത്താണെങ്കിലും ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, നീയും കൃപാസനത്തിൽ പോയി തുടങ്ങിയോന്ന്. അപ്പോൾ അന്നൊക്കെ ഞാൻ ഒരു എന്താ പറയുക, അത്ര അങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം അതിൻ്റെയൊക്കെ ഞാൻ ഇതിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എന്നിലുള്ള മാറ്റം, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ തോരാതെ അവരോട് പറയാനുള്ളൊരു ധൈര്യവും ഒരു മനസ്സിലേക്ക് ദൈവം എന്നെ ഉയർത്തി. ഞാൻ ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ ആരോടും വർഷങ്ങളോളം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കാതിരുന്നിട്ടുണ്ട്. അവരോടൊക്കെ ക്ഷമിക്കാനും അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കാനും ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു 20-25 സൈക്യാട്രിക് പേഷ്യൻസ് ഉള്ളൊരു മഠമുണ്ട്. അവർ ഭയങ്കര കഷ്ടപ്പെട്ട് കാര്യങ്ങൾ അന്നത്തെ നടന്നു പോണവരാണ്. എനിക്ക് നഴ്സിംഗ് എന്ന് പറഞ്ഞ ജോലി അധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ല. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാതെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പേഷ്യൻസിനോടാണെങ്കിൽ എനിക്ക് അത്ര ഓപ്പണായിട്ട് എനിക്ക് എപ്പോഴും പെരുമാറാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ കരുണയോട് അവരോട് പെരുമാറാനും അവർക്ക് വേണ്ടി അവരെ ശുശ്രൂഷിക്കാനും തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, അങ്ങ് എന്നോട് ഇത്രയും കരുണ കാണിക്കണമല്ലോ, അതിലൊരു അംശമെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കണ്ടേന്ന് വെച്ച് പ്രാർത്ഥിച്ച് ചെയ്യാൻ തുടങ്ങി. അവർക്ക് വേണ്ടതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാനും അവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങി. അത് ദൈവം എല്ലാ രീതിയിലും എന്നെ ഉയർത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ഈശോയ്ക്കും എന്നും എന്നെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും എല്ലാത്തിനും നന്ദി. എൻ്റെ പാത അങ്ങ് വിശാലമാക്കി, എൻ്റെ കാലുകൾ പഴുതിയില്ല. സങ്കീർത്തനം 18:36 വചനമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ശ്വാസം മുട്ടിക്കുന്ന പല അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മൾക്ക് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് നീങ്ങണമെന്നുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും, രോഗാവസ്ഥയിലായാലും വരുമാനമില്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും ഏതവസ്ഥയിലായാലും നമ്മൾക്ക് തിരിയാവുന്ന ഒരു സ്ഥലമാണ് കൃപാസനം എന്ന ഈ ആലയം. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും, പ്രത്യേകിച്ചും ഉടമ്പടി മക്കളെ, ഉറപ്പുള്ള വഴിയിലേക്കൂടെ നയിക്കുന്ന ഒരമ്മയാണ് ഇവിടെയുള്ളത്. ഈശോയാണ് നമുക്ക് വഴി നടത്താൻ അനുഗ്രഹിക്കുന്നത്, വഴി കാണിച്ചു തരുന്നത്. ജീവിതത്തെ പലപ്പോഴും മാനസികമായിട്ടും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ദൈവത്തിൽ നിന്ന് നമ്മൾ വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ അവസ്ഥകളെല്ലാം പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത് ഒരു നല്ല ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടി ജീവിതം ദൈവത്തിൻ്റെ കൈ നമ്മെ വീഴുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളെന്നുള്ള വിശ്വാസമാണ്. ദൈവം നമ്മെ നിരന്തരം സംരക്ഷിക്കുകയും നിരന്തരമായി കാവൽ ഇരിക്കുന്നതുമായ ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇങ്ങനെയുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് ആതിര എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകള് ചെറുപ്പകാലം തൊട്ടേ അമ്മയുടെ പ്രശ്നങ്ങൾ അറിയാമായിരുന്നു. BSc പഠനത്തിന് ശേഷമാണ് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ബയോപ്സി ചെയ്യുകയും പിന്നീടുള്ള രോഗകാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്തത്. ബയോപ്സിയുടെ 2 പ്രാവശ്യം എടുത്തപ്പോഴും 2 റിപ്പോർട്ടാണ് വന്നത്. ആദ്യം HPV വൈറസ് പോസിറ്റീവ്, രണ്ടാമത് വൈറ്റ് പാച്ചസ് ക്യാൻസറസ് സെൽസ് ആകാമെന്നൊരു ഭയപ്പെടുത്തുന്ന, ഒരു ഭീതിയിൽപ്പെടുത്തുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട്. പിന്നീട് വീണ്ടും ഈ മകൾ ഉടമ്പടി എടുത്ത് പിന്നെയാണ് വിശ്വാസത്തോടെയുള്ളൊരു ജീവിതം നയിച്ചത്. അത്രയും നാൾ
രോഗാവസ്ഥയിൽ മരുന്നും ലേപനവുമെല്ലാം സഹായിക്കും, സൗഖ്യപ്പെടും. ഇവിടെ ഒരു ദൈവമുണ്ട്, ഇവിടെ ഒരു മാതാവുണ്ട്, എനിക്ക് കൃപാസനത്തൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ കുറച്ച് വിശ്വാസം കുറഞ്ഞ രീതിയിലായിരുന്നു പരിശുദ്ധ അമ്മയോടുള്ള അടുപ്പം. പിന്നീട് എല്ലാം തൻ്റെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല എന്നാണ് ഈ മകൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിന് ശേഷമാണ് ഈ അമ്മയുടെ റിപ്പോർട്ട് വന്നപ്പോൾ വൈറ്റ് പാച്ചസ് നോൺ ക്യാൻസറസ് ആണെന്ന് മനസ്സിലായത്, റിപ്പോർട്ട് വന്നത്. ഈ മകളുടെ ഒരു നല്ല വിശ്വാസമാണ്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴും ഈശോയും അമ്മയും കണിഞ്ഞു നൽകിയ ഒരു രോഗസൗഖ്യമാണത്. പിന്നീടായിരുന്നു ഈ മകൾ പറഞ്ഞ ഒരു ജോലിയുടെ കാര്യം. വരുമാനമില്ലാതെ ഒരു നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷെങ്കിൽ പഠിച്ച സ്ഥലത്ത് തന്നെ ട്രെയിനിയായിട്ട് ജോലി ചെയ്തിരുന്നു. ജോലിക്ക് വേണ്ടി വെച്ചൊരു നിയോഗമാണ് ഉടമ്പടിയിൽ. പെട്ടെന്നാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവിടെ ഒരു വേക്കൻസി ആവുകയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു നല്ലൊരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി കിട്ടുകയും ചെയ്ത്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയോടാണ് ഈ മകൾ വന്ന് പ്രാർത്ഥിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുത്ത് ഈ മകൾക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു നല്ല ജോലി കിട്ടി. ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് 1 വർഷത്തോളം അന്വേഷിച്ചിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്തതിൻ്റെ പെട്ടെന്ന് തന്നെ അതും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തന്നെയാണ് ഒരു നല്ലൊരു പ്രപ്പോസൽ കൊണ്ടുവരികയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്തത്. ഒരാഴ്ചക്കകമാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നടത്തിക്കൊടുത്തത്. ഓരോ നിയോഗവും ടിക്കിട്ട് ചെയ്യുന്ന പോലെയാണെന്നാണ് ഈ മകളുടെ വിശ്വാസം. അമ്മയൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നിയോഗത്തിൽ സമർപ്പിച്ചു, പിന്നീട് അങ്ങ് വിട്ടുകളഞ്ഞു. അമ്മയെല്ലാം ഏറ്റെടുക്കുകയാണ്. അമ്മ ഓരോന്നായിട്ട് ഈശോയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈശോയോട് കാനായിൽ പറഞ്ഞതുപോലെ അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുന്ന പോലെ നമ്മുടെ ഓരോ കാര്യങ്ങളും, അവർക്ക് ജോലിയില്ല, അവർക്ക് രോഗസൗഖ്യം വേണം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഈശോയോട് പറയുന്നത് അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ആ അമ്മയുടെ അടുത്താണ് നമ്മൾ ഉടമ്പടിയിലൂടെ കൂടുതൽ സ്നേഹിക്കുകയും ഈശോയെ കൂടുതൽ അറിയുവാനും നമ്മൾ പഠിച്ചതും പഠിപ്പിക്കുന്നതും ഉടമ്പടിയിൽ കൂടിയാണ്. ഈ മകൾ പറയുന്നത് വിശ്വാസത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം വാതോരാതെ ഈശോയും അമ്മയും കഴിഞ്ഞ ഈ അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഈ മകൾ തുടങ്ങി. പിന്നീട് ക്ഷമിക്കുവാനും സഹകരിക്കാനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുവാനും എല്ലാം ഈ ഉടമ്പടിയാണ് എന്നെ സഹായിച്ചതെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഇടുക്ക് വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഇടുക്കുകളിലൂടെ വിശാലതയിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയുടെ ഏക ആശ്രയം കർത്താവിൻ്റെ കൃപയിലായിരുന്നു. ആ കൃപയാണ് അമ്മയെ വിനയത്തിലും വിശ്വാസത്തിലും നിലനിർത്തിയത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ആ വിശാലതയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ദൈവം നമ്മുടെ മുന്നിൽ വഴി തുറക്കുന്നവനാണ്. ആ വഴി തുറക്കുന്നവൻ്റെ കരം പിടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ദൈവം വിശാലമാക്കി തരുന്ന വഴിയിലൂടെ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, ഭക്തിയോടെ നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ആദരിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.